നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ്, നെറ്റ്വർക്ക്. ഈ ടേംസ് എല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്. അതായത് ഒരു റൂമിലോ ഒരു ബിൽഡിങ്ങിലോ ഒക്കെ ഒരു 10-15 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സിനെ എല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്? ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേറ്റാസും റിസോഴ്സസും ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു റൂമിൽ ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ ഇത്രയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നെറ്റ്വർക്ക്. അടുത്ത റൂമിൽ ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ ഇത്രയും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത നെറ്റ്വർക്ക്. അങ്ങനെ ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഡേറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്പ് നെറ്റ്വർക്കാണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എക്സാമിന് പലതവണയും ചോദിച്ചിട്ടുണ്ട്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ്? ഒരു ഓഫീസിലോ ഒരു ബിൽഡിങ്ങിലോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക്, അതിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻസൈഡ് ആൻ ഓഫീസ് ബിൽഡിംഗ് ഓർ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിലോ ഓഫീസ് ബിൽഡിങ്ങിലോ ഒക്കെയുള്ള ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഈഥർനെറ്റും വൈഫൈ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലാൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് ലാൻ നെറ്റ്വർക്ക് പോസിബിൾ ആകണമെങ്കിൽ ഈഥർനെറ്റ് കേബിൾസോ അല്ലെങ്കിൽ വൈഫൈ കണക്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മാൻ ആണ്. മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പം മാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ബിൽഡിങ്ങിൽ മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ ലാൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റി, ആ ഒരു സിറ്റിയിലുള്ള ഫുൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മാൻ എന്ന് പറയാം. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കേബിൾ TV കണക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. അടുത്ത മൂന്നാമത്തെ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ കവർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ വൈഡ് ഏരിയ, അതായത് വൈഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കൺട്രീസിനെ കോണ്ടിനെൻസിനെ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ എല്ലാം ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. വാനാണ് എന്താ? ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ലാർജ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ വാൻ എന്ന് പറഞ്ഞാൽ വാൻ ഇൻ്റർ കണക്ട് കൺട്രീസ്, രാജ്യങ്ങളിലെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡേറ്റാസ് റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമുക്ക് വാൻ എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് വാൻ, ഏറ്റവും വലിയ വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഏതെന്ന് പറയുന്നത്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നെറ്റ്വർക്ക് പറഞ്ഞു. എന്തായിരുന്നു നെറ്റ്വർക്ക്? ഇപ്പോൾ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലുള്ള എന്ത് ചെയ്യുക, ഈ കമ്പ്യൂട്ടേഴ്സിനെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ്വർക്കും ഇൻ്റർനെറ്റും രണ്ടാണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ് ഇത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ബിൽഡിങ്ങിൽ ഒരു 5 റൂമുണ്ട്. അപ്പോൾ ഓരോ റൂമിലും 5 കമ്പ്യൂട്ടേഴ്സോ 10 കമ്പ്യൂട്ടറോ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റൂമിൽ 5 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം, നെറ്റ്വർക്ക് 1. രണ്ടാമത്തെ റൂമിൽ ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് 2 എന്ന് പറയാം. ഇനി മൂന്നാമത്തെ റൂമിൽ ഒരു 6 കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് 3 എന്ന് പറയാം. എന്നിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റൂമിലുള്ള ഈ നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? നെറ്റ്വർക്ക് 1ഉം നെറ്റ്വർക്ക് 2ഉം നെറ്റ്വർക്ക് 3യെയും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇൻ്റർനെറ്റ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കൺട്രീസിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത് നോക്കിയേ, നാലാമതൊരെണ്ണം കൂടിയുണ്ട്, പാൻ അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പം ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ വർക്ക് സ്പേസിലൊക്കെ ഉള്ള നെറ്റ്വർക്കിനെയാണ് ഏത് പറയുന്നത്, പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്ക് ഫോർ ഇന്റർ കണക്ടിങ് ഇലക്ട്രോണിക് ഡിവൈസസ് വിതിൻ ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺസ് വർക്ക് സ്പേസ്. ഒരാളുടെ ഓഫീസിലോ അല്ലെങ്കിൽ അയാളുടെ വർക്ക് സ്പേസിലോ ഉള്ള ആ ഒരു നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് നോക്കാം. ഈതർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ്ഡ് ടു കണക്ട് ഡിവൈസസ് ഇൻ ലാൻ. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈതർനെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്, ഇതിനകത്ത് നമ്മൾ വയേഴ്സും അതുപോലെ തന്നെ ചില പ്രോട്ടോകോൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിവൈസസ് തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഡേറ്റ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ ഡേറ്റ ട്രാവൽ ബിറ്റ്വീൻ വയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾ ഇനേബിൾ ദ ഡിവൈസസ് ടു ടോക്ക് ഈച്ച് അതർ. അപ്പോൾ ഡിവൈസസ് തമ്മിൽ ചില പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ വയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴിയാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വൈഫൈ ആണ്. വൈഫൈയുടെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി എന്നതാണ് വൈഫൈയുടെ ഫുൾ ഫോം. അപ്പം ഇതെങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈഫൈയിൽ നമ്മൾ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഒരു ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിൽ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നത്. നോക്കി, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജി. ഇതൊരു വയർലെസ് ടെക്നോളജിയാണ് ഏത്, ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ഷോർട്ട് റേഞ്ച് ആണ്. ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തിനെയൊക്കെ കണക്ട് ചെയ്യാം, യൂസ്ഡ് ടു കണക്ട് ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ബിറ്റ്വീൻ മൊബൈൽ, ലാപ്ടോപ്പ് എക്സെട്ര. മൊബൈലിലും ലാപ്ടോപ്പിലുള്ള ഡേറ്റാസിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ഡിവൈസസ് യൂസ് ചെയ്യും. അപ്പോൾ അത് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് മോഡം. മോഡം ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മോഡത്തിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. എന്നൊക്കെ മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. മോഡുലേറ്റ് ചെയ്യാനും ഡീമോഡുലേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്, മോഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, കൺവേർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ്. ഇപ്പോൾ ഒരു അനലോഗ് സിഗ്നൽ വന്നാൽ അതിനെ ഡിജിറ്റൽ സിഗ്നലായും പിന്നീട് ആ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, മോഡം യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ എന്താണ്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു ഡിജിറ്റൽ സിഗ്നൽ ഉണ്ട്. മോഡം ഡിജിറ്റൽ സിഗ്നലിനെ എന്താക്കി മാറ്റുന്നുണ്ട്, അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അനലോഗ് സിഗ്നലാണ് ടെലിഫോൺ കമ്മ്യൂണിക്കേബിൾസ് വഴി കടന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ അനലോഗ് സിഗ്നൽ മോഡത്തിലെത്തി കഴിയുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അനലോഗ് ടു ഡിജിറ്റലും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷന് വേണ്ടിയിട്ടാണ് മോഡം യൂസ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാണ്, ടെലിഫോൺ ലൈൻസ് അല്ലെങ്കിൽ കേബിൾസ് യൂസ് ചെയ്തിട്ടാണ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ISDN ആണ്. ISDN എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ഫോൺ ലൈൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ദ ടെലികോം കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ ഫെസിലിറ്റിയാണ് ഏതെന്ന് പറയുന്നത്, ISDN അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ISDN മോഡമാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ISDN മോഡമാണ്. ഇതിൻ്റെ കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് വോയിസ് ആൻഡ് ഡിജിറ്റൽ ഡേറ്റ. ഈ ISDN എന്ന് പറയുന്നത് എന്താണ്, വോയിസ് ഡേറ്റയും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ISP ആണ്. ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതായത് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, കമ്പനി ദാറ്റ് പ്രൊവൈഡ് ആക്സസ് ടു നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെയാണ് എന്ത് പറയുന്നത്, ISP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് തരണമെങ്കിൽ എന്താ, ഏതെങ്കിലും ഒരു കമ്പനീസ് വഴിയായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ISP എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് VSNL. VSNL എന്ന് പറഞ്ഞാൽ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. അതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റ്, റിലയൻസ് ഒക്കെ ഏതിന് എക്സാമ്പിളാണ്, ISP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് എക്സാമ്പിളാണ്. അടുത്തെന്ന് പറയുന്നത് ഹബ്ബാണ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേറ്റർ എന്നും അറിയപ്പെടും.
അറിയപ്പെടും. അപ്പോൾ ഇതെന്താണ്, ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഹബ്ബ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കി, ഇതൊരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്കിൽ ഈ ഹബ്ബ് യൂസ് ചെയ്തിട്ടാണ് ഈ 4 കമ്പ്യൂട്ടേഴ്സിനെയും കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഡേറ്റ ഈ ഹബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ എങ്ങോട്ടെല്ലാം പോകും, അതിൽ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ ഡിവൈസസുകളിലേക്കും പോകും. കണ്ടോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഇതിലേക്ക് മാത്രം അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഹബ്ബ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഹബ്ബിൽ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആ ഡേറ്റ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഹബ്ബ് അറിയപ്പെടുന്നത് എന്താണ്, കോൺസെൻട്രേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ, സ്വിച്ച് ചെക്ക് ദ IP അഡ്രസ് ആൻഡ് ഡയറക്റ്റ് ദ മെസ്സേജ് പാക്കറ്റ് ടു ദ പോർട്ട് ഓൺ വിച്ച് ഡിവൈസ് വിത്ത് ദ IP അഡ്രസ്. അതായത് നമ്മൾ പറഞ്ഞു, ഹബ്ബിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഡേറ്റ ഷെയർ ചെയ്താൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും പോകും. പക്ഷേ സ്വിച്ച് ആണെങ്കിൽ ഒരു ഡേറ്റ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനും എന്തുണ്ട്, ഒരു അഡ്രസ്സ് ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അഡ്രസ്സ് ഉള്ളതുപോലെ എന്താണ്, നമുക്ക് ഒരാൾ ഒരു കത്ത് അയക്കുകയാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മുടെ കയ്യിലാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേരുണ്ട്. ആ പേരിനെയാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡേറ്റ സെൻഡ് ചെയ്തു, സിസ്റ്റം 5 ചെയ്തത്. അപ്പോൾ ആ സിസ്റ്റം 5 എന്തുണ്ട്, ഒരു IP അഡ്രസ്സ് ഉണ്ട്. ആ IP അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് IP അഡ്രസ്സിലേക്ക് മാത്രമേ ഡേറ്റ സെൻഡ് ചെയ്യത്തുള്ളൂ, ഏതാണെങ്കിൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ. കണ്ടോ, അപ്പോൾ സ്വിച്ച് എന്താ ചെയ്യുന്ന, IP അഡ്രസ്, ചെക്ക് ദ IP അഡ്രസ് ആൻഡ് ഡയറക്റ്റ് ദ മെസ്സേജ് പാക്കറ്റ് ടു ദ പോർട്ട് ഓൺ വിച്ച് ദ ഡിവൈസ് വിത്ത് ദാറ്റ് IP അഡ്രസ്. അതായത് ഒരു IP അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ആ IP അഡ്രസ്സുള്ള ഡിവൈസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് മാത്രമായിരിക്കും സ്വിച്ച് എന്ത് ചെയ്യുന്നത്, ഡേറ്റ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ PC-യിലും ഓരോ കമ്പ്യൂട്ടറിനും അതിൻ്റേതായിട്ടുള്ള അഡ്രസ്സ് ഉണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, MAC അഡ്രസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ ഓരോ പേഴ്സണൽ കമ്പ്യൂട്ടറിനുമുള്ള അതിൻ്റെ സ്വന്തമായിട്ടുള്ള അഡ്രസ്സിനെയാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ LAN സെഗ്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു റൂമിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതിന് നമുക്ക് നെറ്റ്വർക്ക് 1 അല്ലെങ്കിൽ LAN 1 എന്ന് പറയാം. അടുത്ത ബിൽഡിങ്ങിൽ ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അതിനെ LAN 2 എന്ന് പറയാം. ഈ 2 ബിൽഡിങ്ങിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയും തമ്മിലും കണക്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബ്രിഡ്ജ് യൂസ് ചെയ്യാം. അതാണ് ഒന്നിലധികം LAN സെഗ്മെന്റുകളെയോ കണക്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ റൂട്ടറാണ്. അതായത് ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, റൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇത് വയർലെസ് ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് അല്ല, വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് ഏത് യൂസ് ചെയ്യുന്നത്, കൂടുതലും റൂട്ടർ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇഫ് PC റിക്വസ്റ്റ് ഫോർ എ വെബ്സൈറ്റ് ഇൻ WAN, ഒരു വയർലെസ് ഏരിയ നെറ്റ്വർക്കിൽ ഇപ്പോൾ എന്താണ്, ഒന്നാമത്തെ പേഴ്സൺ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ദെൻ ദ റൂട്ടർ അലോ only PC1 to access the web page by identifying its IP അഡ്രസ്സ്. അപ്പോൾ റൂട്ടർ ഏത് കമ്പ്യൂട്ടറാണോ, ഏത് സിസ്റ്റമാണോ ആ ഒരു വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തത്, ആ ഒരു IP അഡ്രസ്സ് വെച്ചിട്ട് അതിന് മാത്രമേ ആ റിസൾട്ട് കിട്ടൂ. ഇപ്പോൾ ഒരു 5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒരു വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് 5 എണ്ണത്തിനും അത് കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഏത് കമ്പ്യൂട്ടറാണോ അത് പിന്നെ റിക്വസ്റ്റ് ചെയ്തത് അതിന് മാത്രം അതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ഡേറ്റ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്താണ് IP അഡ്രസ്സ്, യുണീക്ക് അഡ്രസ് ഓഫ് ഈച്ച് കമ്പ്യൂട്ടർ കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനും യുണീക്കായിട്ട് ഓരോ അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിനെയാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. IP അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, പല രീതിയിലുണ്ട്. 32 ബിറ്റ് ഉണ്ട്, 128 ബിറ്റ് ഉണ്ട്, അങ്ങനെ പല ബിറ്റ് ഉണ്ട്. ബിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മെമ്മറി പഠിച്ചപ്പോൾ. അപ്പം 32 ബിറ്റ് IP അഡ്രസ്സിനെ IPv4 എന്നും 128 ബിറ്റ് IP അഡ്രസ്സിനെ IPv6 എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്തതെന്ന് പറയുന്നത് റിപ്പീറ്റർ ആണ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം എന്താണ്, ഒരു വീക്ക് സിഗ്നൽ വരുവാണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് റീജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഫേക്കറി കാണിച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ വീക്കായിട്ടുള്ളൊരു സിഗ്നലാണ്. റിപ്പീറ്റർ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ആ ഒരു ആംപ്ലിഫൈഡ് സിഗ്നലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, സിഗ്നൽസിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റർ
യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരേ പ്രോട്ടോക്കോളുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് ടു കണക്ട് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാവ് ദി സെയിം പ്രോട്ടോക്കോൾ. ഒരേ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു കണക്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ സെയിം പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് നെറ്റ്വർക്കുകളെയോ അതുപോലെ തന്നെ ഡിഫറൻറ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളെയോ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു നെറ്റ്വർക്ക് 1 ഉണ്ട്, ഇവിടെ ഒരു നെറ്റ്വർക്ക് 2 ഉണ്ട്. ഈ നെറ്റ്വർക്ക് 1 എന്താണ്? ഒരു റൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ നെറ്റ്വർക്ക് 2 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഗേറ്റ് വേ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇത് റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതുവഴിയാണ് ഗേറ്റ് വേയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു. എന്താണ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില റൂൾസ്, അതിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പ്രോട്ടോക്കോൾ നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല രീതിയിലുള്ള പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു വെബ് പേജിൽ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ് ബാറിന് മേളിൽ http://www. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അഡ്രസ്സ് ആയിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ അതിൽ HTTP നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഇപ്പോൾ നമ്മൾ HTTP എന്ന് അടിച്ചു കൊടുത്തില്ല, നമ്മൾ www.google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുന്നിൽ എന്ത് വരും? ഈ HTTP വരും. അവിടെ നമ്മൾ അറിയാതെയാണ് HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്. TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്. അപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് TCP/IP പ്രോട്ടോക്കോൾസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്തത് നമ്മുടെ ശനി ഞായർ 2 ദിവസമാണ് വരുന്നത്. ശനി ഞായറും ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ കൊണ്ട് കുറച്ച് തിരക്കായിരിക്കും. മാക്സിമം ക്ലാസ് ഇടാൻ ശ്രമിക്കാം. ക്ലാസ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. തിങ്കളാഴ്ച മുതൽ എന്തായാലും ക്ലാസ് കാണും. ഞാൻ മാക്സിമം ക്ലാസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അഥവാ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച ടോപ്പിക്കുകൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ ഈ ടോപ്പിക്കുകൾ തന്നെ നമ്മുടെ പഴയ ക്ലാസ്സുകളൊക്കെ കിടപ്പുണ്ട്. കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിനും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, നേരത്തെ പഠിച്ചിട്ടുള്ളവർക്ക് അത് കണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകാം. പിന്നെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് കവർ ചെയ്ത് പോകണമെന്നുള്ളവർക്ക് ഇപ്പോഴത്തെ ക്ലാസ്സുകളും കൂടെ കണ്ടുപോകാം. അപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്